പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 7.5 വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള പിണറായി സർക്കാർ. പിണറായി സർക്കാരിൻ്റെ രണ്ടാം വരവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1957-ന് ശേഷം ഒരു ഗവൺമെൻറ് രണ്ടാമതും അധികാരത്തിൽ വരുന്ന സംഭവം നടാടെയാണ് ഉണ്ടാവുന്നത്. അത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ഇപ്പോൾ പാർട്ടിയിൽ വന്നിട്ടുള്ള കുറേ നാളായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം CPM-ൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് CPM-ൽ ഒരു ഏകാധിപതിയെപ്പോലെ, ഒരു ഏകഛത്രാധിപതിയെപ്പോലെ പിണറായി വിജയൻ വാണുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എപ്പോൾ CPM അധികാരത്തിൽ കയറിയാലും അധികാരത്തിൻ്റെ യഥാർത്ഥ ചുക്കാൻ കൈപ്പിടിയിൽ ഒതുക്കുന്നത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും. അതായിരുന്നു ഇതുവരെയുള്ള ചരിത്രം. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അത് തന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിലും ചുക്കാൻ പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു. അതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആ സ്ഥിതി മാറുകയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെങ്കിലും പാർട്ടിയുടെ ചുക്കാനും പിണറായി വിജയൻ്റെ കയ്യിലേക്ക് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. അത് പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും അതോറിറ്റി പയ്യെ പിണറായിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതോടുകൂടി MV ഗോവിന്ദൻ മാസ്റ്റർ വെറും ഒരു പ്യൂൺ മാത്രമായി മാറി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാർട്ടിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള ചുക്കാനും അധികാരവും പിണറായി വിജയനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിണറായി വിജയൻ എന്താണോ പറയുന്നത് അതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർക്ക് അവസാന വാക്ക് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിണറായി സർക്കാരിൻ്റെ പോലീസ് നയം, പിണറായി സർക്കാർ പോലീസിൻ്റെ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഉത്തരവാദി P ശശിയാണ്. പക്ഷേ DGPക്ക് അവിടെ ഒരു റോളുമില്ല എന്ന് പറയുന്നത് പോലെ, DGP എന്ന് പറഞ്ഞ അധികാര സ്ഥാനത്തെ നമുക്ക് കാണാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലെ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാളുണ്ടോ എന്ന് തപ്പി നോക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. പിണറായി വിജയൻ എന്ത് പറയുന്നു അതിന് ഏസ് മൂളുക എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം, ചുമതല എന്നുള്ള നിലയിലാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പാർട്ടിയിലും ഗവൺമെൻറ്റിലും തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ്. നേരത്തെ എല്ലാ കാര്യങ്ങളും പാർട്ടിയിലും ഗവൺമെൻറ്റിലും തീരുമാനിച്ചിരുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ ഇന്നതെല്ലാം പിണറായി വിജയനിലേക്ക് അധികാരം പൂർണ്ണമായി മാറിയിരിക്കും. അതാണിപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതായത് പിണറായി വിജയൻ്റെ ഏകഛത്രാധിപത്യം, പിണറായി വിജയൻ്റെ ഏകാധിപത്യം, അതാണ് ഇപ്പോൾ CPM-ൻ്റെ പാർട്ടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന പുതിയ ചില വിവരങ്ങൾ ഈ പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള അസംതൃപ്തി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വലിയ തോതിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ സംസ്ഥാന തലത്തിൽ തന്നെ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിൽ ജീവിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം മാറിയിരിക്കുന്നു. അവർക്ക് ഒരു ഇഞ്ച് പോലും ഈ ഏകാധിപത്യത്തിന് കീഴിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ തന്നെ അകത്തുനിന്ന് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെ ഈ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ അസംതൃപ്തി ഉള്ളിൽ പൊട്ടിത്തെറിക്കാനിടയായ ഏറ്റവും പുതിയ ഒരു കാരണം എന്ന് പറയുന്നത് VN വാസവന് തുറമുഖ വകുപ്പ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവവികാസങ്ങളാണ്. നമുക്കറിയാം, CPM-ൻ്റെ ഒരു മന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ CPM-ൻ്റെ മന്ത്രിയെ പിൻവലിക്കണമെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ ഏറ്റവും അന്തിമമായ ചർച്ചകൾ നടക്കുന്നത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ്. കാരണം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി നേതൃത്വം നൽകുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നയരൂപീകരണ വേദി. ഇപ്പോൾ പാർട്ടി മന്ത്രിമാരെയെല്ലാം തീരുമാനിക്കുന്നത് ഒരുപക്ഷെ പിണറായി വിജയനാണെന്ന് പറഞ്ഞാൽ പോലും ആ തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുന്ന ഒരു ചടങ്ങെങ്കിലുമുണ്ട് സാധാരണഗതിയിൽ. നമുക്കറിയാം, പല കാര്യങ്ങളും പിണറായി വിജയനാണ് തീരുമാനിക്കുന്നുള്ളത്. 2021 തെരഞ്ഞെടുപ്പിൽ 2 തവണ മത്സരിച്ചവർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം എടുത്തത് പിണറായി വിജയനാണെന്ന് നമുക്കറിയാം. അതെടുത്തത് പിണറായി വിജയൻ്റെ എതിരായിട്ട് വരാൻ പോകുന്ന എല്ലാവരെയും ഒറ്റയടിക്ക് ഒഴിവാക്കാനാണെന്ന് നമുക്കറിയാം. അതെടുത്തത് പിണറായി വിജയൻ്റെ മരുമകനെ മന്ത്രിയാക്കാൻ വേണ്ടിയായിരുന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്നത് പിണറായി വിജയനാണെങ്കിലും
അത് പുറം ലോകത്തെ കാണിക്കാനെങ്കിലും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയിൽ ചർച്ച നടന്നു എന്നൊക്കെ പറഞ്ഞ് അംഗീകരിക്കുന്ന ഒരു ചടങ്ങ് കുറച്ച് കാലം ചടങ്ങ് പതിറ്റാണ്ടുകളായി CPM-ലുള്ളതാണ്. കാരണം അതിൻ്റെ ഏറ്റവും അന്തിമമായിട്ടുള്ള നയരൂപീകരണ ബോഡി എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. പക്ഷേ സുഹൃത്തുക്കളെ, VN വാസവൻ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് തുറമുഖ വകുപ്പ് കൊടുക്കാനെടുത്ത തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ചർച്ച ചെയ്തില്ല എന്നുള്ളത് വലിയ തോതിലുള്ള ആന്തരികമായിട്ടുള്ള പൊട്ടിത്തെറികൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വിവരം. നമുക്കറിയാം, VN വാസവന് തുറമുഖ വകുപ്പ് VN വാസവനിലേക്ക് തുറമുഖ വകുപ്പ് എടുക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. അത് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ കയ്യിലിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. കാരണം കടന്നപ്പള്ളി രാമചന്ദ്രന് മുമ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഈർക്കിൽ പാർട്ടിയുടെ പ്രതിനിധിയാണ്ടിരുന്ന INL-ൻ്റെ അഹമ്മദ് ദേവർകോവിലാണ്ടിരുന്നത്. പക്ഷേ അഹമ്മദ് ദേവർകോവിൽ ഇരുന്ന സമയത്തും അഹമ്മദ് ദേവർകോവിലിൻ്റെ കയ്യിലായിരുന്നു തുറമുഖ വകുപ്പ്. എന്നാൽ അഹമ്മദ് ദേവർകോവിൽ മാറി കടന്നപ്പള്ളി രാമചന്ദ്രൻ വന്നപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആ വകുപ്പ് CPM ഏറ്റെടുക്കുകയായിരുന്നു. സ്വാഭാവികമായി CPM അത് ഏറ്റെടുക്കുമ്പോൾ തുറമുഖ വകുപ്പ് ഏറ്റെടുക്കാനുള്ള തീരുമാനവും തുറമുഖ വകുപ്പ് CPM-നകത്ത് ആർക്ക് കൊടുക്കണമെന്നുള്ള തീരുമാനവും ഇനി പിണറായി വിജയനാണ് പ്രാഥമികമായി എടുക്കുന്നതെങ്കിൽ പോലും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കുക എന്നുള്ള ഒരു ചടങ്ങെങ്കിലും കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലും വാസവനെ തുറമുഖ വകുപ്പ് മന്ത്രിയാക്കി ചുമതലപ്പെടുത്തിയപ്പോൾ ഉണ്ടായില്ല എന്നുള്ളതും, ആ കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല എന്നുള്ളതും, അക്കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതും ഈ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തലത്തിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള അസംതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന വിവരം. അതാണ് അസംതൃപ്തിയുടെ ഒന്നാമത്തെ കാര്യം. അസംതൃപ്തിയുടെ രണ്ടാമത്തെ കാര്യം പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിലുള്ള ഏകാധിപത്യ പ്രവണതകളാണ്. പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടും അതിനു മുമ്പ് കറുപ്പ് എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ, അതൊക്കെ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിലെ പോലീസിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് വലിയ തോതിലുള്ള അസംതൃപ്തി പൊതുജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നവകേരള സദസ്സിന് മുമ്പ് തന്നെ ഈ കറുത്ത തുണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണം, പ്രശ്നങ്ങൾ, കറുത്ത തുണി പ്രതിഷേധം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിഷേധ പ്രവർത്തനം നടത്താൻ സാധ്യതയുള്ളവരെ കരുതൽ തടങ്കലിലേക്ക് നേരത്തെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അത് നമ്മൾ കണ്ടു. എന്നാൽ നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ മുതൽ തീരുന്നിടം വരെ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായത് പോലീസിൻ്റെ നടപടികളായിരുന്നു. പഴയങ്ങാടി മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ പോലീസിൻ്റെ നടപടികൾ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക്, പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള വിമർശനങ്ങൾക്ക് ഇടയായിരുന്നു എന്നുള്ളതും, എല്ലാ ഘട്ടത്തിലും പോലീസ് പ്രതിരോധത്തിലായിരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് CPM-ൽ ആന്തരികമായി ഉയർന്നു വന്നിരിക്കുന്ന പൊട്ടിത്തെറി. രണ്ടാമത്തെ പൊട്ടിത്തെറി അതാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം പോലീസിൻ്റെ ഈ നടപടിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷിന് പോലും ഈ പോലീസിനെ കൈകാര്യം ചെയ്യുന്നതിലുള്ള അസംതൃപ്തി വളരെ പ്രകടമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയോടുള്ള പ്രതിഷേധം കണ്ണൂർ പാർട്ടിയിലും ശക്തമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂർ പാർട്ടിയിലെ സംസ്ഥാന നേതാക്കന്മാർക്കിടയിൽ പോലും പോലീസിനെ കൈകാര്യം ചെയ്യുന്നതിലുള്ള അസംതൃപ്തി, പോലീസിനെ തെറ്റായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വാദഗതി, അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്നുണ്ട് എന്നുള്ള വാദഗതി, അത് ഗവൺമെൻറ്റിന് ക്ഷീണമുണ്ടാക്കുന്നുള്ള വാദഗതി ശക്തമാണ്. കണ്ണൂർ പാർട്ടിയിലെ സംസ്ഥാന നേതാക്കന്മാർക്കിടയിൽ പോലും പോലീസ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയല്ല എന്നും പകരം P ശശിയാണ് എന്നുമുള്ള വാദം ശക്തമായിരിക്കുകയാണ്. നമുക്കറിയാം, P ശശി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളാണ്. ശ്രീപീഡന കേസിലെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ പിന്നീട് തിരിച്ചു കൊണ്ടുവരികയും അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയതുമൊക്കെ തന്നെ പിണറായി വിജയൻ്റെ ഒരൊറ്റ തീരുമാനമാണെന്ന് അറിയാത്തവരാരും കേരളത്തിലെ പാർട്ടിയിലുണ്ടെന്ന് തോന്നുന്നില്ല. അതൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ തീരുമാനിച്ചാണ് എടുത്തതെന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ പിണറായി വിജയൻ്റെ തീരുമാനമായിരുന്നു. ഇത്രയേറെ ആരോപണ വിധേയനായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു മുഖ്യമന്ത്രിക്ക് ഇതിനും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം.
CP നാരായണൻ ഇരുന്നിട്ടുണ്ട്, S രാജേന്ദ്രൻ ഇരുന്നിട്ടുണ്ട്, KN ബാലഗോപാൽ ഇരുന്നിട്ടുണ്ട്, MV ജയരാജൻ ഇരുന്നിട്ടുണ്ട്. അവരൊന്നും ഇത്തരത്തിൽ ആരോപണ വിധേയരായിരുന്നില്ല. അവരൊക്കെ സാമാന്യം നല്ല പശ്ചാത്തലമുള്ളവരായിരുന്നു. പക്ഷെ അവരെല്ലാം ഒഴിവാക്കി പാർട്ടിയിൽ നിന്ന് സ്ത്രീപീഡനത്തിൻ്റെ വിഷയത്തിൽ ആരോപണ വിധേയനായി പുറത്തുപോയ ഒരാളെ തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയ സമയം മുതൽ തന്നെ അസംതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ ആ അസംതൃപ്തി ഇപ്പോൾ അതിൻ്റെ പരകോടിയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിനെ കൈകാര്യം ചെയ്യുന്ന രീതിക്കെതിരായിട്ടുള്ള അസംതൃപ്തി ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ളത് കണ്ണൂർ പാർട്ടിയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂർ പാർട്ടിയിലെ തന്നെ സംസ്ഥാന നേതാക്കന്മാരുടെ ഇടയിൽ പോലീസിനെ കൈകാര്യം ചെയ്യുന്നതിനെതിരായിട്ടുള്ള അസംതൃപ്തി വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിലും ഏകഛത്രാധിപത്യത്തിലുമാണ് CPM മുന്നോട്ട് പോകുന്നതെങ്കിലും അതിനിടയിലും പിണറായി വിജയൻ സർക്കാരിൻ്റെ ചില നടപടികൾ, പിണറായി വിജയൻ്റെ ചില നടപടികൾ, P ശശിയുടെ ചില നടപടികൾ, അതൊക്കെ തന്നെ ഈ CPM-നകത്ത് വലിയ തോതിലുള്ള ആന്തരികമായിട്ടുള്ള അന്തഛിദ്രങ്ങൾക്കിടയായിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് CPM-നകത്ത് നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.